ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന് സിനിമയുടെ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തി പാട്ടുകൾ പാടാനായി ഗായകരൊക്കെ തീരുമാനിച്ചു. താരകരൂപിണി എന്ന പാട്ട് കമ്പോസിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയിലെ ഗ്രൂപ്പ് പ്രൊഡ്യൂസർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ചോദിച്ചാൽ അത് ആരാ പാടുന്നത് ചോദിച്ചു. സ്വാമി പറഞ്ഞു ഇത് ബ്രഹ്മാനന്ദനാണ് പാടുന്നതെന്ന്. അപ്പോൾ ഈ ഗ്രൂപ്പ് എതിർത്തു. ഇല്ല, പറ്റൂല, ഇത് മറ്റൊരു ഗായകൻ തന്നെ പാടിയേ പറ്റൂ, അത് ഞങ്ങളുടെ താല്പര്യമാണ്, കച്ചവട താല്പര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു ഇല്ല, ഇത് ഞാൻ തീരുമാനിച്ചു, ബ്രഹ്മാനന്ദനെ പാടും. ഇവർക്കിടയിൽ ഒരു തർക്കം ഉടലെടുത്തു. തർക്കത്തിൻ്റെ ഒടുവിൽ സ്വാമിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ആ തർക്കം അവസാനിച്ചത്. പ്രൊഡ്യൂസർ വളരെ ശക്തമായിട്ട് ഇത് എതിർത്തു. പറഞ്ഞു, ഈ പാട്ട് ബ്രഹ്മാനന്ദൻ പാടി നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് തരാം. അങ്ങനെയാണ് തർക്കം അവസാനിക്കുന്നത്. അപ്പോൾ അച്ഛനത് പാടി. ഇന്ന് ബ്രഹ്മാനന്ദൻ എന്ന ഗായകനെ തിരിച്ചറിയുന്ന ഒരു പാട്ട് കൂടിയാണ് താരകരൂപിണി. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം കാലപ്പൂവായിരിക്കും. താരകരൂപിണി. അച്ഛൻ പറയാറുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമി എനിക്ക് തന്ന മുത്താണ് താരകരൂപിണി എന്നുള്ളത്. അത് അച്ഛനെ ഒരുപാട് ലൈവാക്കി നിർത്തിയ ഒരു സംഭവമായിരുന്നു. ഈ ജീവസംഗമ ധന്യത കാണുവാൻ ഈരേഴുലകും മണിയൊരുങ്ങി. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം കാലപ്പൂവായിരിക്കും.